എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സിസ്റ്റർ പ്രീതി മേരിയുടെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്ന പേരിൽ അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഈ സോഷ്യൽ മീഡിയകളിൽ ചില ചാനലുകളിരുന്ന് സംസാരിക്കുന്നതും യൂട്യൂബ് ചാനലുകൾ അതുപോലെ ചില കമൻസുകളൊക്കെ കാണുമ്പോൾ ഒന്നും പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഞാനും ഒരു കന്യാസ്ത്രീയാണ്. ഞാൻ സിസ്റ്റർ ലിജി പൈപ്പിളി യുക്രൈനിലാണ് 20 വർഷമായിട്ട്. അപ്പം ഈ 3 കുട്ടികളെയും കൊണ്ട് ആ സിസ്റ്റേഴ്സ് പോയപ്പോൾ അതിന് മനുഷ്യക്കടത്ത് എന്ന് അർത്ഥമാക്കിയെങ്കിലും ഒരു വലിയ മനുഷ്യക്കടത്ത് നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ. വ്യക്തമായിട്ട് പറഞ്ഞാലും 2022 ഫെബ്രുവരി 24 യുക്രൈനിൽ യുദ്ധം നടന്ന സമയത്ത് സ്വന്തം വണ്ടിയിൽ കുറേ മനുഷ്യക്കടത്തുകൾ അങ്ങോട്ട് കടത്തി. അതും പ്രായം ചോദിച്ചില്ല. മനുഷ്യക്കടത്ത് നടത്തിയപ്പോൾ ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല. ഞാൻ മലയാളിയാണ്, പക്ഷേ കേരളത്തിൽ നിന്നുള്ളവരാണോ എന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധസമയത്ത് ഇവിടെ കുറേയും സ്റ്റുഡൻസ് അകപ്പെട്ടിരുന്നു. അതും ഒരു മനുഷ്യക്കടത്താണല്ലോ. മരണത്തിൽ നിന്നും ജീവനിലേക്ക് വണ്ടി ഓടിച്ച് സ്വന്തം വണ്ടിയിൽ 9 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയിൽ 25 പേരെ കയറ്റിയിട്ടാണ് മനുഷ്യക്കടത്ത് നടത്തിയത്. ഇന്ന് അവർ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീയായ ഞാനും എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സും, ഇന്ത്യൻ സിസ്റ്റേഴ്സ്, യൂറോപ്യൻ സിസ്റ്റേഴ്സും, ഞങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചിട്ട് ഒരു മനുഷ്യക്കടത്ത് നടത്തിയത് കൊണ്ടാണ് കുറേയും പിള്ളേർ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. കേരളത്തിൽ നിന്നും, ഡൽഹിയിൽ നിന്നോ, പഞ്ചാബ്, UP, ആന്ധ്ര, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു. ചില കുട്ടികൾ ഇവിടെ 2-3 ദിവസം ചുളവഴിച്ചതിന് ശേഷമാണ് അവർ ബോർഡർ കടത്തി വിട്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പോലും ചോദിച്ചില്ല. രാത്രിയും പകലും ഇല്ലാതെ സ്വയം വണ്ടി ഓടിച്ച് എൻ്റെ കൂടെ യുക്രൈൻ സിസ്റ്ററും ഉണ്ടായിരുന്നു, സിസ്റ്റർ ക്രിസ്റ്റീന. ഞങ്ങൾ 2 പേരും കൂടി വണ്ടി ഓടിച്ച് ഈ ഒരു മനുഷ്യക്കടത്ത് നടത്തിയപ്പോൾ ഈ ചാനലുകളൊന്നും പറഞ്ഞില്ലല്ലോ. അന്നൊക്കെ എന്നെ ഒത്തിരി നന്ദിയോടെ പറഞ്ഞതാണ് പല മുസ്ലിം കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളും. അവരൊക്കെ അന്ന് എന്നോട് പറഞ്ഞതാണ്, ഈ യുദ്ധം വരുന്നതിന് മുമ്പ് ഇതൊക്കെ ദൈവത്തിന് അറിയാമായിരുന്നിരിക്കും, അതുകൊണ്ടായിരിക്കും യുദ്ധത്തിന് മുമ്പ് സിസ്റ്ററിനെ അവിടെ പറഞ്ഞു വിട്ടത് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാനാണെന്ന്. അതും ഒരു മനുഷ്യക്കടത്തല്ലേ? യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ മക്കളെ ബോർഡർ കടത്തി വിട്ടു. 2 ആൺകുട്ടികളോ, ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ. അഖിൽ, അരുൺ എന്ന് പറയുന്ന 2 ആൺകുട്ടികൾ, ഒരു ക്രിസ്ത്യൻ കുട്ടിയായിരുന്നു, ഒരു ഹിന്ദു കുട്ടിയായിരുന്നു. 1 വർഷം മഠത്തിൽ ജീവിച്ചിട്ടും സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും അവൻ ഇന്നും ഹിന്ദു കുട്ടി തന്നെയാണ്.
ആരെയും മതം മാറ്റിയില്ല. മനുഷ്യരെ സഹായിക്കുക, അതും സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തിയപ്പോൾ അന്നൊന്നും കന്യാസ്ത്രീകളെ പറഞ്ഞു വിട്ട അവരെ തല്ലണം, പറഞ്ഞു വിട്ടവരെ തല്ലണം എന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അന്ന് എന്നെ പറഞ്ഞു വിട്ട എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് എത്രയോ കുടുംബങ്ങളാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത്. നമ്മളൊക്കെ എന്തു പെട്ടെന്ന് മാറിപ്പോകുന്നത്. ഇതിനെപ്പറ്റി പറഞ്ഞ ആ സഹോദരനോടൊരു വാക്ക്, അറിയില്ലെങ്കിൽ പറയരുത്. ഒരു കന്യാസ്ത്രീയും ആരും നിർബന്ധിച്ചിട്ട് ആരെയും കന്യാസ്ത്രീയാക്കുന്നില്ല, സ്വന്തം ഇഷ്ടം. ഈ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡുണ്ട്. അതും ഒരാൾ മഠത്തിൽ വന്ന് ഉടനെ തന്നെ അവരുടെ കന്യാസ്ത്രീയാക്കത്തൊന്നുമില്ല. അവർ ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്യണം 1 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ്ലൻസി. അവിടെയും ഒരു റിക്വസ്റ്റ് എഴുതണം, എന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാമോ എന്ന്. പിന്നെ നോവിഷ്യേറ്റ് 2 വർഷമുണ്ട്. അതിനുശേഷമാണ് അവർ ആദ്യമായിട്ട് വ്രതം ചെയ്യുക 1 വർഷത്തേക്ക്. അങ്ങനെ ഓരോ വർഷം ചെയ്ത് 6 വർഷത്തിന് ശേഷമാണ് അവർ നിത്യവ്രതം ചെയ്യുക. അപ്പോൾ ചുരുക്കത്തിലൊരു 10 വർഷമുണ്ട് ഈ ഫോർമേഷൻ. ഈ 10 വർഷത്തിൽ അവർ ഒരു പ്രാവശ്യം റിക്വസ്റ്റ് എഴുതിയില്ലെങ്കിൽ, അവരൊരു പ്രാവശ്യം വൗസ് റിന്യൂ ചെയ്തില്ലെങ്കിൽ അവർ ഫ്രീ, അവർക്ക് പോകാം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ആരെങ്കിലും ഇങ്ങനെ വ്യർത്ഥമായിട്ട് പറയരുത്, ആരെയും ഞങ്ങൾ കന്യാസ്ത്രീകളെ നിർബന്ധിച്ച് മടത്തി ചേർത്തുന്ന്. ഒരിക്കലും നിർബന്ധിച്ച് മടത്തി ചേർക്കുന്നില്ല. രണ്ടാമത്, ഓരോ പ്രാവശ്യം വ്രതം ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, സ്വന്തം മനസ്സോടുകൂടിയാണോ. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് മനസ്സമ്മതത്തിൽ ചോദിക്കുന്നുണ്ട്, പൂർണ്ണമായ മനസ്സോടുകൂടിയാണോ നീ ഇവനെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ ഇവളെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ ഈ വൗസ് എടുക്കുന്നതിന് മുമ്പും കന്യാസ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, പൂർണ്ണമായ മനസ്സോടുകൂടിയാണോ. ആണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് അവരാണ് വ്രതം ചെയ്യുന്നത്. ആരും ആരെയും നിർബന്ധിച്ച് മഠത്തിൽ വിടുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാരണവന്മാരെ തല്ലണം എന്ന് പറഞ്ഞ പൊന്നു സഹോദര, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവസ്ഥത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒത്തിരി സിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വീഴ്ചകൾ പലർക്കും വന്ന് കാണും. ഇപ്പോൾ കുടുംബജീവിതത്തിൽ ചിലരൊക്കെ ഡിവോഴ്സ്ഡായി പോകുന്നുണ്ട്. ചിലരുടെ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരി ഞാൻ കേട്ടു ആ സഹോദരൻ പറയുന്നത് ആത്മഹത്യകളുടെ കാര്യത്തിലൊക്കെ. നമ്മുടെ മീഡിയകളിലൊക്കെ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെയാണല്ലോ. അപ്പം ഞാൻ ആരെയും ഇത് എൻ്റെ അറിവനുസരിച്ച് ഞാൻ ആരെയും വിധിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവരെയോ ആരെയും ഞാൻ വിധിക്കുന്നില്ല. കാരണം ഞാൻ ആരെയും വിധിക്കാൻ ആളല്ല. ഈ സാധാരണ കുടുംബങ്ങളിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് ഈ മഠത്തിലും പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. തെറ്റുകൾ തന്നെയാണ് എന്ന് വെച്ച് എല്ലാവരെയും കാടടച്ച് അങ്ങനെ വെടിവെക്കുന്നത് ശരിയല്ലല്ലോ. കുറേ പേരൊക്കെ വിശ്വസ്തയോടെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇവരെ രക്ഷിച്ചു കഴിഞ്ഞ് അവർ നാട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ എന്തുകൊണ്ടാണ് സിസ്റ്റർ അവിടെ നിൽക്കുന്നതെന്നും, സിസ്റ്റർ എന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടെ, എനിക്ക് ചാൻസ് ഉണ്ട് തിരിച്ചു പോരാനായിട്ട്.
പക്ഷെ ഞാൻ തിരിച്ചു പോരുന്നില്ല. കാരണം സഹിക്കുന്നവരുടെയും വേദനിക്കുന്നവരുടെയും കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുക. ഞാൻ പല പ്രാവശ്യം മീഡിയകളിൽ വന്നിട്ടുണ്ട് യുക്രൈൻ്റെ യുദ്ധത്തെപ്പറ്റി പറയാനായിട്ട്. യുക്രൈൻ യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട്. യുദ്ധം തീർന്നിട്ടില്ല. ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ, ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് പല കുടുംബങ്ങളും താമസിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് മുസ്ലിം കുടുംബം ഉണ്ടായിരുന്നു, ഹിന്ദു കുടുംബങ്ങളുണ്ടായിരുന്നു. പിന്നെ ചിലരെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്ന്. പൊന്നു സഹോദരങ്ങളെ, ഈ യുദ്ധത്തിൽ സമയത്ത് എവാക്വേഷൻ നടത്തി നാട്ടിൽ വന്ന് ഒരു 50,000 ഇന്ത്യക്കാരുണ്ട്. അതിൽ എൻ്റെ അറിവിൽ ഒരു 10-12,000 പേരെങ്കിലും ഞാൻ രാത്രിയും പകലും അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് അവർ രക്ഷപ്പെട്ടു പോരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കൊടുത്ത് സഹായിച്ചതല്ലാതെ ആരിൽ നിന്നും ഒരു പൈസ പോലും ഇങ്ങോട്ട് മേടിച്ചിട്ടില്ല. ഇപ്പോൾ ചിലർക്കറിയാം അവർ എങ്ങനെയാണ് നാട്ടിലെത്തിയത്, ആരാണ് അവരുടെ വണ്ടി ചാർജ് കൊടുത്തതെന്ന്. ഞങ്ങളുടെ മഠം തന്നെയാണ്. എനിക്ക് തോന്നുന്ന യുദ്ധസമയത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എവാക്വേഷൻ നടത്താനൊക്കെ, അതൊക്കെ പിന്നീടാണ് നമുക്ക് ഹെൽപ്പ് കിട്ടിയത്. പക്ഷേ എവാക്വേഷൻ നടത്താനൊക്കെ ഈ കിട്ടിയ ഹെൽപ്പുകൾ അങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരു ദിവസം 1,000 പേരെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിച്ചു പോയിട്ടുണ്ട്. ആരും ക്രിസ്ത്യാനികളായിട്ടില്ല, ആരെയും ക്രിസ്ത്യാനികളാക്കിയിട്ടുമില്ല, ആരോടും മതം ചോദിച്ചിട്ടുമില്ല. മനുഷ്യരെയാണ് രക്ഷപ്പെടുത്തിയത്, മനുഷ്യരെയാണ് സഹായിച്ചത്. റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ ബസ്സുകൾ വന്ന് അവരെ കൊണ്ടുപോയി. ഈ കുട്ടികൾക്ക് അറിയില്ല ആരാ പൈസ കൊടുത്തതെന്ന്. നിങ്ങളുടെ കുട്ടികളാണ്, നമ്മുടെ ഇന്ത്യയിലെ കുട്ടികളാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി നന്മയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അതിനെ നമ്മൾ പൊക്കി പിടിച്ചിട്ട് എല്ലാ മീഡിയകളും പറയും. പക്ഷെ ഇത്രയും പേരുടെ ജീവനെ സംരക്ഷിച്ചതും ഇവർക്ക് ഫുഡ് കൊടുത്തതും ഇവരെ രാത്രികളിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നാക്കിയതും ഈ ഉടുപ്പിട്ട കന്യാസ്ത്രീകൾ തന്നെയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അവരുടെ മതം ചോദിച്ചില്ല, ജാതി ചോദിച്ചില്ല, ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചില്ല. ഇന്ത്യക്കാർ മാത്രം, ഇന്ത്യക്കാർ, അവരെയാണ് ആദ്യം എവാക്യുവേറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ഉക്രൈൻകാരെ എവാക്യുവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. യുദ്ധസമയത്ത് ഇവിടെ ഒരു 90 ഫാമിലിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു 5-6 മാസത്തോളം. അവരെയും കെയർ ചെയ്തത് ഈ കന്യാസ്ത്രീകളാണ്. വരുമാനം കിട്ടിയിട്ടല്ല, എന്തെങ്കിലും അവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇന്നും മീഡിയകൾ ഒത്തിരി ആഘോഷിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ. പക്ഷെ എത്രയോ നന്മകളാണ് ഈ കന്യാസ്ത്രീകളെ കൊണ്ട് ഈ ലോകത്തിലുണ്ടായിരിക്കുക. പക്ഷെ അതൊന്നും ആരും വിളിച്ചു പറയില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് ആരും വിളിച്ചു പറയാനുമല്ല. അന്ന് പിന്നെ ഒരു കമൻറ്റിൽ ഞാൻ കേട്ടു, ഈ കന്യാസ്ത്രീകൾക്കൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന്. സത്യത്തിൽ ആ ഫോണൊന്നും ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ കുറേ പേരെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. നമുക്കുള്ള ഇന്നത്തെ ലോകത്തിൽ അനുസരിച്ച് ഇപ്പം എനിക്ക് തോന്നുന്ന യുദ്ധ സമയത്ത്, എവാക്യുവേഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നെങ്കിൽ പലരും പലയിടത്തും പെട്ട് മരിച്ചു പോയേനെ. ലെറ്റർ എഴുതാനൊന്നും സമയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സ് ഫോൺ ഉപയോഗിക്കുന്നു. അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം, നല്ലതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ പല മക്കളും നാട്ടിലേക്ക് തിരിച്ചു വന്നത്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് സഹോദരന്മാർ ഇവിടെ 1 വർഷം താമസിച്ചു. ഒരു ഹിന്ദു കുട്ടി, ഒരു ക്രിസ്ത്യൻ കുട്ടി. അവർ തണുത്ത് വിറച്ച് സ്ഥലമില്ലാതിരുന്നപ്പോഴും അവരുടെ ജാതി ചോദിച്ചിട്ടല്ല അവർ മഠത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവരിന്ന് 2 ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്ത് വിട്ടവർ ഒരു 90% മെഡിക്കൽ സ്റ്റുഡൻസാണ്. ഈ ഇന്ത്യയുടെ പല ഭാഗത്തും ഒരു ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അതിന് ഒരു കന്യാസ്ത്രീ ഒരു ആവശ്യമായി വന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. അന്നും സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും സന്തോഷമുള്ളൂ. നമുക്ക് രാത്രി പകലാക്കിയിട്ടും രാത്രി ഇല്ലാതെ പകലും രാത്രിയും ഒരേപോലെ ഫോണിലും ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നിട്ടാണ് നിങ്ങളുടെ മക്കളെ നാട്ടിലേക്ക് തിരിച്ചയച്ചത്. അപ്പോൾ പൊന്നു സഹോദരന്മാരെ, ഈ സിസ്റ്റേഴ്സിന് ഇരുന്ന് ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുന്നതും നല്ലതാണ്. എഴുതി കമൻ്റ് ഇടുന്ന പൊന്നു ചേച്ചിമാരെ, ഹിന്ദു മുസ്ലിം ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടുത്തണം എന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, അവർ ഇന്ത്യക്കാരാണെന്ന്, മനുഷ്യരെയാണ് ഹെൽപ്പ് ചെയ്തത്. എനിക്കതിനുള്ളൊരു അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തിന് ഇന്നും നന്ദിയുള്ളൂ. ഞാൻ കന്യാസ്ത്രീ ആയിരിക്കുന്നതിൽ ഒത്തിരി ബഹുമാനം, ഒത്തിരി സന്തോഷം. പിന്നെ ചേട്ടന്മാരെ, ഞങ്ങളിങ്ങനെ സഹിക്കാമെന്നോർത്ത് അത്രയും സിമ്പതി ഒന്നും വേണ്ട. മടുത്തി പോയവർ ഞങ്ങളവിടെ കഷ്ടപ്പെടുവാണ്, സഹിക്കുവാണെന്ന്. ഞങ്ങൾ സന്തോഷവതികളാണ്. പിന്നെ ഞാൻ പറയുന്നില്ല എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന്. എവിടേക്കൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും. ചിലരൊക്കെ വീണു പോകുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളല്ലേ, എല്ലാവരെയും ദൈവം നമുക്ക് സഹോദരങ്ങളായിട്ട് കാണാം. നമ്മൾ ആരെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ സിസ്റ്റേഴ്സ് അവർ പ്രായപൂർത്തിയായ പെൺകുട്ടികളെയാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടികളെയാണല്ലോ അവർ കൊണ്ടുപോയത്. ആ കുട്ടികളും പറയുന്നുണ്ട് ഞങ്ങളെ ആരും നിർബന്ധിച്ചല്ലെന്ന്. എന്തിനാണ് ഞങ്ങളുടെ കന്യാസ്ത്രീകളുടെ മേത്ത് ഇത്രയും ചെളിവാരി തേക്കുന്നത്? എന്നെ കേട്ട എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്.